ഇങ്ങനെ ചെയ്താൽ ചട്ടിങ്കലെല്ലാം ഒരുപാട് കാലം ഈട് നിൽക്കും കേട്ടോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ചട്ടി എങ്ങനെയാണ്, മൺകലം എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. പല പല മെത്തേഡുകളുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് കണ്ടു നോക്കാം കേട്ടോ. മൺകലം കാണുമ്പോൾ ഏത് സ്ത്രീകൾക്കായാലും എത്ര കാലം വീട്ടിലുണ്ടായാലും ഒന്നെങ്കിലും വാങ്ങാത്തവരുണ്ടാവില്ല. ചിലർക്കതൊരു ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. അത് പെട്ട ഒരാളാണ് ഞാൻ. വീട്ടിൽ ഒരുപാട് കലമുണ്ട്, എന്നാലും ഒന്നെങ്കിലും വാങ്ങാണ്ട് വരൂല എവിടെ കണ്ടാലും. അങ്ങനെ 2-3 ചട്ടി വാങ്ങിയിട്ടു. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മ ഞങ്ങളൊക്കെ ചെറുതാവുമ്പോൾ ഇങ്ങനെയാണ് ചട്ടിയും കലെല്ലാം മയക്കുക. അമ്മ ഇതുപോലെ തന്നെ ആഴ്ചയിൽ എപ്പോഴും അന്നൊക്കെ ഒരു അമ്മാമ്മ ഞങ്ങളെ വീട്ടിൽ കലെല്ലാം കൊണ്ടുവരും. അപ്പോൾ ഓരോരാഴ്ച വരുമ്പോൾ ഒരു പാത്രമെങ്കിലും അമ്മ വാങ്ങാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കല എടുത്തിട്ട് കുറച്ച് ഉമിയാണ് ഇടുന്നത്. ഉമി ഞാൻ ഇവിടെ തന്നെ ഉള്ളത് ഞങ്ങൾ എടുത്തു വെച്ചാൽ. ഇനി ഉമിയുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ, അല്ലാത്തവർക്ക് വേറെ മെത്തേഡുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഉമി 2 കലത്തിലിട്ട് അടുപ്പിലെല്ലാം കത്തിച്ച് നമ്മളിതാ അടുപ്പത്ത് വെക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ചട്ടി ചൂടാകുമ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചട്ടി ഇങ്ങനെ ചൂടായി വരുമ്പോൾ എന്താകും, അടിയിൽ ഉമി ഇങ്ങനെ കരിഞ്ഞ് വരും കേട്ടോ. അപ്പം ഞാനിതാ 2 ചട്ടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ നല്ലോണം കത്തിക്കൊക്കെ വേണം കേട്ടോ. പക്ഷേ ഇതിന് ചിരട്ടൊന്നും ഇടരുത്, കലം ചിലപ്പം പൊട്ടിയെല്ലാം പോകും. മട്ടലോ അങ്ങനെയുള്ള വർഗ്ഗുകൾ വെച്ചിട്ട് കത്തിക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാണ്ട് അടിയിൽ ഉമ്മി കരിയും തോറും ഇതിങ്ങനെ പുകഞ്ഞ് വരും ചെറുങ്ങനെ. 2 ഒരേ സമയം ആയതുകൊണ്ട് 2 ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ പുകഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുപ്പിൽ നിന്ന് ഒരു ഓലക്കണ്ണി എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് തീ കത്തിക്കുക കേട്ടോ. എന്നിട്ട് കത്തിച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് നല്ല പുക വരുന്നുണ്ടല്ലോ, ആ സമയം നോക്കിയിട്ട് നമ്മൾ ഓലക്കണ്ണി കത്തിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ കത്തിച്ച് വെച്ചപ്പോൾ തീ പിടിച്ചല്ലോ ഉമ്മിക്ക്. അപ്പോൾ ഒന്ന് പതുക്കനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിൽ കത്താത്ത ഉമ്മി ഉണ്ടാവില്ല, അതിനും കൂടി തീ പിടിക്കണം. എല്ലാത്തിനും കൂടി തീ പിടിച്ചാൽ പിന്നെ നല്ല രസമായിട്ടത് കാണാൻ. ഇതൊരു ഹരം തന്നെ എങ്ങനെ മയക്കുന്നു. പക്ഷേ കുട്ടികൾ കുറച്ച് ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. തീയൊന്നും പാളാണ്ടൊക്കെ വളരെ ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളെ ഒന്നും അടുത്തൊന്നും വെച്ച് ഇതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ തീ ഇതിൻ്റെ ഉൾവശം മൊത്തത്തിൽ തീ പടർന്ന് പിടിച്ചതാവില്ലേ. അപ്പോൾ നമ്മളെ ചട്ടി ഒന്ന് സ്ട്രോങ് ആവുകയും ചെയ്യും, അതിലുള്ള ഇതെല്ലാം ഒന്ന് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ അതിലെ തീയെല്ലാം കെട്ട് കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ എന്താക്കണം, അതിലെ ഉമി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കരിച്ച ഉമി, അത് പുറമേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ അമ്മ ചെയ്യണം കേട്ടോ, ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് ആ പാത്രം ഒന്ന് കമിഴ്ത്തി വെക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇതേ ഉമി തന്നെ വേറെ ഉമി, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉമി എടുത്ത് അതിൻ്റെ മേലൊരു വെയിറ്റും വെക്കും. അപ്പോൾ അമ്മ പറയും ഇത് മൂടാറി പോകാതെ ഇരിക്കാനാണ്. അങ്ങനത്തെ ചട്ടീൻ്റെ മൂട് പൊട്ടിപ്പോവില്ല എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കരിച്ചു ഞാൻ 2 കലവും കമിഴ്ത്തി വെച്ച് അതിൻ്റെ മേലെ ഇതിൻ്റെ മേലെയും കൂടി കുറച്ച് ഉമ്മി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റും വെക്കുക. ഇനി ഇത് നല്ലോണം തണിയണം. എന്നിട്ട് നമ്മൾ എടുക്കുക, വേണ്ട ആ ചൂടിന് പുക പോകുന്ന കണ്ടോ. കല അത്ര ചൂടാണ്. ഈ ഉമിയും കൂടി കുറച്ച് കരിയും, അതിൻ്റെ കലത്തിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗമൊക്കെ കരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം തണുത്തിട്ട് ഇത് എടുക്കാവൂ. ഇനി ബാക്കി ഒരു കലം കൂടി ഇല്ലേ, അതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പാത്രം അടുപ്പത്ത് വെച്ച് ഞാനിതാ ഉമിയിടുന്ന ഉമി കിട്ടാനില്ലാത്തവർക്ക് ഞാനൊരു വേറെ മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് ഇത് കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ. വലിയ പാത്രം എത്രയായാലും പാത്രം മുങ്ങിക്കിടക്കണം അതിൽ. ഇതിപ്പം ചെറിയൊരു പ്ലേറ്റ് പോലത്തെ പാത്രമാണല്ലോ, ഇതിൻ്റെ മൂടിയാണ്. അപ്പോൾ അതിൽ മുങ്ങിക്കിടക്കത്തക്കവണ്ണം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് കത്തിക്കുക. നല്ലോണം വെട്ടി തിളയ്ക്കണം കേട്ടോ. വെട്ടി തിളച്ചിട്ട് അത് കിടന്ന് ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്ത് അടുപ്പത്ത് വെച്ച് ഉമി കത്തിക്കരിഞ്ഞ് തുടങ്ങി കേട്ടോ. നല്ല പുക വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ തീ കൊടുക്കേണ്ടത്. ആദ്യം ചെയ്ത് കണ്ടല്ലോ, അത് നല്ലോണം ശ്രദ്ധപ്പെടാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി കാണിക്കുകയാണ്. പിന്നെ ഇത് കുറച്ചുകൂടി വിസ്താരമുള്ള പാത്രമാണല്ലോ. അപ്പോൾ തീ പിടിപ്പിച്ച് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും തീയൊന്ന് ആളി കത്തട്ടെ.
ഇങ്ങനെ ചെയ്താൽ എന്താ പറയുക, നമ്മളെ മൺകലത്തിന് നല്ല ഉറപ്പ് കിട്ടും. ഉറപ്പ് കിട്ടാറിന് അത് ചവിടിയുടെയും തട്ടിയാലൊന്നും പൊട്ടാണ്ടൊന്നും ഇരിക്കില്ല കേട്ടോ. എപ്പോഴും മൺപാത്രം നമ്മൾ കൈകാര്യം ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, ക്ഷമയോടുകൂടി. തിരക്ക് പിടിച്ചവർക്കൊന്നും മൺപാത്രം പറ്റൂല കേട്ടോ. അത് നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡൊക്കെ വെക്കുക, എന്തെങ്കിലും തെരിക, പണ്ടുള്ളവരൊക്കെ തെരികയാണ് വെക്കുക കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടേ വെക്കാവൂ, അല്ലെങ്കിൽ അതിൻ്റെ മൂഡ് ഇങ്ങനെ കുറച്ചുകൂടി പോയിൻറ്റഡ് അല്ലേ. അപ്പോൾ നിലത്ത് കെട്ടുമ്പോൾ പെട്ടെന്ന് പൊട്ടാനും ചീത്തയാവാനും സാധ്യതയുണ്ട്. ഈ ചട്ടി കൂടി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിൽ കരിച്ച ഉമി, അതായത് ഉമിക്കരി താഴെ ഇട്ടിട്ട് അതുപോലെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് നല്ല ഫ്രഷ് ഉമി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം അതിൻ്റെ മൂടിന് ബലം കിട്ടാനാന്നാ പറയുക. അമ്മയൊക്കെ പറയുന്നത് കേട്ടതാണ് ഞാൻ അങ്ങനെ. ആ പടിഭാഗം കുറച്ച് നല്ല സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് തട്ടിയാൽ പൊട്ടാണ്ടൊന്നും ഇരിക്കില്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഇനി നല്ല പോലെ തണുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് വെച്ചിട്ട് നാളെയാണ് ഇത് എടുക്കുക. കാരണം അപ്പോഴത്തെ ഇതാ ഉമിക്കരി പണ്ടുള്ളവരെല്ലാം ഇതുകൊണ്ട് പല്ലൊക്കെ തേക്കുക കേട്ടോ. നല്ലതാണെന്നാ പറയുക പണ്ടുള്ളവർ, പക്ഷേ ഇപ്പം എല്ലാവരും പേസ്റ്റൊക്കെ കേട്ടോ. അപ്പം നമ്മളെ കഞ്ഞിവെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ അതാ നമ്മളെ പാത്രമുണ്ട് കേട്ടോ, ഇതിൻ്റെ മൂടിയില്ലേ അതാ. അപ്പം അത് നല്ല ചുവപ്പായി തന്നെ നമുക്ക് കിട്ടും ചെയ്യും. ഇനി നമ്മളിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച് തണുക്കാൻ വെക്കുക. ഇതും തണുക്കാൻ വെക്കുക. എല്ലാം അവിടെ ഇരിക്കട്ടെ, നാളെ നമുക്കിതെല്ലാം നോക്കാം കേട്ടോ. അപ്പം ഞാനിതാ ചട്ടിയൊക്കെ തണുത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി എല്ലാം എടുത്ത് ഒന്ന് തേച്ച് കഴുകുകയാണ്. ഇനി കഴുകുമ്പോൾ നമ്മളിതാ വെണ്ണീരിട്ട് മാത്രമേ ചട്ടികളൊക്കെ കഴുകാവൂ കേട്ടോ. ഒരു കാരണവശാലും ലിക്വിഡോ സോപ്പ് ബാർ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ, ഈ മൺകലത്തിനൊക്കെ ചെറിയ പോസ് ഉണ്ട്. പോസ് പറഞ്ഞാൽ ചെറിയ ദ്വാരങ്ങൾ, സുഷിരങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഈ സോപ്പിൻ്റെ ലിക്വിഡ് ഇതൊക്കെ ഇരിക്കും. പക്ഷെ നമ്മൾ കഴുകുമ്പോൾ അത് പോകൂല. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ, ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തിളയ്ക്കില്ല. അപ്പോൾ ചൂടാകുമ്പോൾ അത് നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ ഭക്ഷണ പദാർത്ഥത്തിൽ മിക്സ് ആകും. അപ്പോൾ അത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചട്ടിയും കലം ഈ മൺപാത്രങ്ങൾ കഴുകാൻ വെണ്ണീര് മാത്രം ഉപയോഗിക്കുക. അതാണ് കുറച്ച് ഹെൽത്തി. കൈമിലൊന്നും ആകല്ലോ എന്ന് വിചാരിച്ച് ആരും മടിച്ചൊന്നും നിൽക്കണ്ട കേട്ടോ. ഒന്ന് കൈയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വൃത്തിക്ക് സോപ്പിട്ട് കഴുകിയാൽ മതി. ഇത് നമ്മളെ കൈക്ക് കേടുമില്ല. ചിലർക്കെല്ലാം സോപ്പ് പൗഡറൊക്കെ കൈക്ക് അലർജിയൊക്കെ ഉണ്ട്, സ്കിൻ ഡിസീസൊക്കെ വരാറുണ്ട് ചിലർക്ക്, എല്ലാവർക്കൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിനാണെങ്കിൽ അങ്ങനെ അലർജിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഞാൻ എല്ലാ മൺകലങ്ങളും ഇപ്പം മയക്കിയില്ലേ നമ്മളത് വെണ്ണീരിട്ടൊന്ന് നല്ലപോലെ തേച്ച് കഴുകി എടുക്കട്ടെ. വെണ്ണീര് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അത് ചാരത്തിനാണ് ഇവിടെ വെണ്ണീര് എന്നാ പറയുക കേട്ടോ. അപ്പം അതുപോലെ എല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യത്തിൽ നിറയെ വെള്ളം വെച്ച് തിളപ്പിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും തീരെ ആ പുത്തൻ മണ്ണിൻ്റെ ചോയൊന്നും വരില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുതേ. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അറിയാത്തവരൊന്നും ഇതുപോലെയൊക്കെ ചെയ്തോട്ടെ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.